യുദ്ധകളത്തിൽ ആളിക്കത്താൻ പുതിയ ആയുധങ്ങൾക്കായി കാത്തിരുന്ന ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ്. അത്യാധുനിക യുദ്ധക്കോപ്പുകൾക്കായി കൊതിച്ചിരുന്ന നെതന്യാഹുവിനും സംഘത്തിനും വഴിമധ്യേ വില്ലനായി വന്നിരിക്കുകയാണ് ബെൽജിയം കസ്റ്റംസ്. ഗാസയും ലബനനെയും തകർക്കാൻ കരുതിവെച്ച പടക്കോപ്പുകളുടെ ഘടകങ്ങൾ ബെൽജിയം പിടിച്ചെടുത്തതോടെ ഇസ്രയേൽ പ്രതിരോധം ശരിക്കും വിയർക്കുകയാണ്. ആയുധങ്ങൾക്കായുള്ള കൈനീട്ടൽ യൂറോപ്പ് തന്നെ തടയുമ്പോൾ ഇനി ആരുടെ വാതിൽക്കൽ ഇസ്രയേൽ മുട്ടുമെന്ന ചോദ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചിരിയുണർത്തുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായി വഴി തടയുമ്പോൾ ഇസ്രയേലിന്റെ യുദ്ധ നയങ്ങൾ ശരിക്കും പെരുവഴിയിലായോ? റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ച് 24 ബ്രിട്ടനിൽ നിന്ന് ബെൽജിയത്തിലെ ലീജ് വിമാനത്താവളത്തിലെത്തിയ സംശയാസ്പദ ചരക്കുകളാണ് പിന്നീട് അധികൃതർ പിടിച്ചെടുത്തത്. സാധാരണ കാർഗോ നീക്കമായി ആരംഭിച്ച ഈ യാത്ര ഏതാനും മണിക്കൂറുകൾക്കകം അന്താരാഷ്ട്ര രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സംഭവമായി മാറുകയായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഈ സൈനിക ഉപകരണ ഘടകങ്ങൾ ഇസ്രയേൽ ആസ്ഥാനമായ ചലഞ്ചർ എയർലൈൻസിന്റെ പ്രത്യേക കാർഗോ വിമാനത്തിൽ ഇസ്രയേലിലെ ടെൽ അവീവിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതി. എന്നാൽ അവസാന നിമിഷത്തിൽ ബെൽജിയൻ സമാധാന സംഘടനയായ വ്രെഡേസാക്ടി ഇടപെട്ടതോടെയാണ് കാര്യങ്ങൾ മറിഞ്ഞത്. ചരക്കിന്റെ സ്വഭാവത്തെക്കുറിച്ചും ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചും സംശയം ഉയർത്തി സംഘടനാ അധികൃതരെ അടിയന്തരമായി വിവരം അറിയിച്ചു. തുടർന്ന് ബെൽജിയൻ അധികാരികൾ ഉടൻ പരിശോധനയ്ക്ക് ഉത്തരവിടുകയും വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കുകയും ചെയ്തു. പരിശോധനയിൽ ഇത് സാധാരണ വ്യാപാര ചരക്കല്ല, സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിർണായക ഉപകരണ ഘടകങ്ങളാണെന്ന സംശയം ശക്തമായി. ഇതോടെ ഇസ്രയേലിലേക്ക് പോകാനിരുന്ന ചരക്ക് തടഞ്ഞുവെക്കപ്പെട്ടു. യൂറോപ്പിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള ആയുധ വിതരണ പാതയിൽ നടന്ന ഈ അപ്രതീക്ഷിത ഇടപെടൽ യുദ്ധത്തെ ചുറ്റിപ്പറ്റിയ അന്താരാഷ്ട്ര സമ്മർദ്ദം എത്രത്തോളം ശക്തമാണെന്നതിന്റെ പുതിയ തെളിവായാണ് കണക്കാക്കപ്പെടുന്നത്. ബെൽജിയത്തിലെ വലോണിയ മേഖലയിലെ മേധാവിയായ അഡ്രിയൻ ഡോളിമോട്ട് പ്രതികരിച്ചത് ശ്രദ്ധേയമായിരുന്നു. ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. യുദ്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് ഞങ്ങൾ ലൈസൻസ് നൽകുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ പ്രസ്താവന യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ ഇസ്രയേലിനെതിരായ വിമർശനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ബെൽജിയം പിടിച്ചെടുത്ത ഉപകരണങ്ങൾ എന്താണെന്ന് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഷിപ്പിംഗ് രേഖകൾ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പ്രകാരം ബ്രിട്ടനിൽ നിന്നുള്ള കയറ്റുമതി കോഡുകൾ സൈനിക വിമാനങ്ങളുടെയും ഫയർ കൺട്രോൾ സംവിധാനങ്ങളുടെയും ഭാഗങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. ഇത് സാധാരണ ചരക്കല്ല, നേരിട്ട് സൈനിക ഉപയോഗത്തിനുള്ള സാങ്കേതിക ഘടകങ്ങളായിരിക്കാമെന്ന സംശയം ശക്തമാക്കുന്നു. കസ്റ്റംസ് രേഖകൾ പ്രകാരം ഇതിനു മുമ്പ് ലീജ് വഴിയ യുകെയിൽ നിന്ന് ഇസ്രയേലിലേക്ക് സമാന കയറ്റുമതികൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ബ്രിട്ടനിൽ ഫാക്ടറികളുള്ള അമേരിക്കൻ എയറോസ്പേസ് കമ്പനിയായ മൂഗിൻ ഇത്തരം ചരക്കുകൾ അയച്ചിരുന്നുവെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ യുദ്ധഭൂമിക്ക് പുറത്തുനിന്നും നിരവധി രാജ്യങ്ങളും കമ്പനികളും ആയുധ വിതരണ ശൃംഖലയുടെ ഭാഗമാണെന്ന ചർച്ച വീണ്ടും ശക്തമാക്കുന്നു. ഗാസയിലെ ലബനനിലും ഇസ്രായേൽ നടത്തിയ സൈനിക നടപടികൾക്ക് പിന്നാലെ മനുഷ്യാവകാശ സംഘടനകളും യുണൈറ്റഡ് നേഷൻസും കടുത്ത വിമർശനമായി രംഗത്തെത്തിയിരുന്നു. സാധാരണക്കാരെ വിവേചനരഹിതമായി ലക്ഷ്യമിടുന്നു എന്നാരോപിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഈ സാഹചര്യത്തിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള ആയുധ കരാറുകൾ നിർത്തിവെക്കുകയും കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബെൽജിയത്തിന്റെ പുതിയ നടപടി അതേ പ്രവണതയുടെ തുടർച്ചയായാണ് കാണപ്പെടുന്നത്. അവസാനമായി നോക്കുമ്പോൾ ബെൽജിയം എടുത്ത ഈ തീരുമാനം വെറും 2 ചരക്കുകൾ പിടിച്ചെടുത്ത സംഭവമായി മാത്രം കാണാനാവില്ല. യുദ്ധകാലത്ത് ആയുധ വിതരണത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ശക്തമായ സന്ദേശമാണിത്. ഒരു രാജ്യത്തിന്റെ സുരക്ഷാവാദവും മറ്റൊരു വശത്ത് സാധാരണ ജനങ്ങളുടെ ജീവനും മനുഷ്യാവകാശവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയത്. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ എത്തിക്കുന്ന ഓരോ കരാറും, ഓരോ വിമാനവും, ഓരോ ചരക്കും ഇനി വെറും ലോജിസ്റ്റിക് ഇടപാടുകളല്ല, അതെല്ലാം രാഷ്ട്രീയവും നൈതികവുമായ പരിശോധനയ്ക്ക് വിധേയമാകുന്ന വിഷയങ്ങളായി മാറിയിരിക്കുകയാണ്. ഇസ്രയേലിനുള്ള പിന്തുണ തുടരണോ അതോ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ശക്തമാക്കണോ എന്ന നിർണായക ചോദ്യത്തിന് മുന്നിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ബെൽജിയത്തിന്റെ നടപടി അതിലൊരു പുതിയ രേഖ വരച്ചിരിക്കുകയാണ്. ഇത് മറ്റു രാജ്യങ്ങൾക്കും സമാന നടപടികൾക്ക് പ്രചോദനമാകുന്നുവെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ ഗതിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ആയുധ വിതരണം മന്ദഗതിയിലാകുന്നത് സൈനിക തന്ത്രങ്ങളെ ബാധിക്കാം. അതേസമയം നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ വാതിൽ തുറക്കാനും ഇടയാക്കാം. യുദ്ധഭൂമിയിൽ പൊട്ടുന്ന ബോംബുകൾ ലോകം കേൾക്കും. എന്നാൽ യൂറോപ്യൻ വിമാനത്താവളത്തിൽ നിശബ്ദമായി തടഞ്ഞുവെച്ച ഈ ചരക്ക് അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇനി യുദ്ധം വെറും അതിർത്തികളിൽ മാത്രമല്ല, അന്താരാഷ്ട്ര നിയമങ്ങളിലും വ്യാപാര ബന്ധങ്ങളിലും മനുഷ്യാവകാശ വേദികളിലും ഒരേ സമയം നടക്കുകയാണ്. ആ പോരാട്ടത്തിൽ ബെൽജിയത്തിന്റെ ഈ നീക്കം ഒരു ചെറിയ വാർത്തയല്ല, വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നറിയിപ്പായി ചരിത്രത്തിൽ രേഖപ്പെടാനിടയുള്ള സംഭവമാണ്.